ഇസ്രായേലിനെ കരിമ്പട്ടികയിൽപ്പെടുത്തുമെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് പ്രഖ്യാപിച്ചു. അടുത്ത ആഴ്ചയുള്ള പ്രഖ്യാപനത്തോടനുബന്ധിച്ച് UN സഭ തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്ന തരത്തിലാണ് ഗുട്ടറസിന്റെ പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഫലസ്തീനിൽ നടക്കുന്നത് വംശീയ ഉന്മൂലനമാണ്. കുട്ടികളെയും സ്ത്രീകളെയും കൂട്ടക്കൊല ചെയ്യുന്നു. UN സെക്രട്ടറിയും അല്ലെങ്കിൽ UN സഭയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും ലോകരാഷ്ട്രങ്ങളും പറഞ്ഞിട്ടും ഇസ്രായേൽ അത് അവസാനിപ്പിക്കുന്നില്ല. ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന ജനങ്ങളോടാണ്, അതും നിരായുധികരായിരിക്കുന്ന ജനങ്ങളോടാണ്. അവരെയാണ് കൊലപ്പെടുത്തുന്നത്. അവർക്കാണ് പ്രാഥമിക സൗകര്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കുന്നത്. ഭക്ഷണവും വെള്ളവുമില്ലാതെ, വെള്ളവും മരുന്നുമില്ലാതെ വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമൂഹമായി ഫലസ്തീൻ ജനങ്ങൾ മാറിയിരിക്കുന്നു. ഇതിന് ഉത്തരവാദി ഇസ്രായേലാണ്. ഇസ്രായേൽ ധിക്കാരപരമായിട്ടാണ് പെരുമാറുന്നത്, യുദ്ധം ചെയ്യുന്നത്. അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് ഇസ്രായേലിനെ കരിമ്പട്ടികയിൽപ്പെടുത്തി പ്രഖ്യാപനം നടത്തും എന്ന തരത്തിലാണ് UN സെക്രട്ടറി ജനറൽ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇത്തരം സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾ ഈ രാജ്യത്തെ ആശ്രയിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇസ്രായേൽ മറ്റുള്ള രാജ്യത്തെ ആശ്രയിക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്തൊരു സംഭവമായിട്ട് മാറുന്നതാണ്. ഒരു ഭാഗത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുന്നു. അതോടനുബന്ധിച്ചുകൊണ്ട് രാജ്യത്തെ കരിമ്പട്ടിയിൽ പെടുത്തുകയും കൂടി ചെയ്താൽ ഏറെക്കുറെ ലോകത്ത് നിന്ന് ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. സമാനമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഒരു രാജ്യത്തിന് നേരെ ഇതിനു മുൻപൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. 21ാം നൂറ്റാണ്ടിലാണ് അതിക്രൂരമായിരിക്കുന്ന ഒരു പ്രവർത്തനം ഒരു രാജ്യം ഒരു സമൂഹത്തിന് നേരെ നടത്തുന്നത്. ലോകത്താകമാനമുള്ള രാഷ്ട്രങ്ങളും ഭരണാധികാരികളും സംഘടനകളും വ്യക്തികളും വിദ്യാർത്ഥികളും അടക്കം പ്രതിഷേധിച്ചിട്ടും ആ ചെയ്യപ്പെട്ട ക്രൂര പ്രവർത്തനത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുന്നില്ല എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് UN സെക്രട്ടറിക്ക് അതിന് കൃത്യമായ രീതി, അല്ലെങ്കിൽ UN സഭയ്ക്ക് അതിന് കൃത്യമായ രീതിയിലുള്ള നിലപാടുകളുണ്ട്, സമീപനങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഇസ്രായേലിന് നേരെ പ്രയോഗിക്കുക തന്നെ ചെയ്യും എന്ന് ആന്റണിയോ ഗുട്ടറസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിന് ഒക്ടോബർ 7മായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ ഹമാസിന് അനുകൂലമായിരിക്കുന്ന ഒരു പ്രതികരണമാണ് ഗുട്ടറസിന്റെ ഭാഗത്തുണ്ടായത്. ശൂന്യതയിൽ നിന്നല്ല ഹമാസ് ആക്രമിച്ചത്, അത് പതിറ്റാണ്ടുകളുടെ ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും കഷ്ടപ്പാടിന്റെയും പ്രതികരണമാണ് കണ്ടത് എന്ന് ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ട് ഹമാസിന് അനുകൂലമായിരിക്കുന്ന പ്രസ്താവന തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ആന്റണിയോ ഗുട്ടറസ് എടുത്തിരുന്നു. ഇതിന് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നടന്നിരുന്നെങ്കിൽ പോലും ആ നിലപാടിൽ നിന്ന് ഒരിക്കലും ആന്റണിയോ ഗുട്ടറസ് പിന്മാറിയിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് റഫ സന്ദർശിച്ചു. റഫയിലുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിട്ട് അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. 6000-ലധികം വാഹനങ്ങൾ ഗസയിലേക്ക് പ്രവേശിക്കുന്നതിന് അനുമതി കാത്തിരിക്കുന്നതും ഒരുപാട് വാഹനങ്ങളുടെ വസ്തുക്കളൊക്കെ കേടുവരുന്നു പോകുന്ന വിവരങ്ങളൊക്കെ ഈ റഫയുടെ ഭാഗങ്ങളിൽ നിന്ന്, അതിർത്തി ഭാഗങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആന്റണിയോ ഗുട്ടറസ് ലോകത്തോട് പറഞ്ഞത്. ഞാനിപ്പോൾ നിൽക്കുന്ന അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്താണ്. ഇവിടെ നടക്കുന്ന മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കേണ്ടതുണ്ട്, കെട്ടിടേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള പ്രയോഗങ്ങളാണ് അവിടെ നിന്ന് നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ ഈ യുദ്ധവിരാമം ഉണ്ടായാലും ഇസ്രായേൽ രാജ്യമായിട്ട് നിലനിൽക്കുക എന്നുള്ളത് വലിയ പ്രയാസമായിട്ട് മാറുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ലോകരാജ്യങ്ങൾ ഒരു രാജ്യത്തെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പൗരന്മാർ ലോകരാജ്യം സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയവും ടൂറിസ്റ്റ് മേഖല ഈ ഭാഗത്തേക്ക്, ഇസ്രായേൽ ഭാഗത്തേക്ക് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ സാരമായിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഉണ്ടാവും. ഇത് സാമ്പത്തിക മേഖലയെ വല്ലാത്ത രീതിയിൽ തകർന്നടിയാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നിലനിൽപ്പ് എന്ന് പറയുന്ന സാമ്പത്തിക രംഗവും അവരുടെ കറൻസിയുടെ മൂല്യമൊക്കെ ഇടിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അതോടനുബന്ധിച്ച് ലോകത്തിന്റെ ഒറ്റപ്പെടുത്തൽ കൂടി ഉണ്ടാവുന്ന സമയത്ത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രയാണം വല്ലാത്ത രീതിയിൽ കടുത്തതായിരിക്കും. വലിയ പ്രയാസം ഉണ്ടാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇത് രാഷ്ട്രീയ നിരീക്ഷകരും മീഡിയക്കാരൊക്കെ ഏകദേശം കണ്ടെത്തുകയും ഈ കാര്യങ്ങൾ ഇസ്രായേലിന്റെ ഗവൺമെന്റിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ താൽക്കാലികപരമായിരിക്കുന്ന ഒരു യുദ്ധവും കുറെ പലസ്തീനികളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട രീതിയിലൊന്നും ഒരു രാജ്യമായിട്ട് നിലനിൽക്കാൻ സാധിക്കുകയില്ല. അതിന് അയൽ രാജ്യങ്ങളുമായിട്ടും ലോകരാജ്യങ്ങളുമായിട്ടും വലിയ ബന്ധങ്ങൾ വേണം. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, അവരുമായുള്ള സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യ പുരോഗതി ഉണ്ടാവുക, പൗരന്മാർക്ക് മുന്നേറ്റം ഉണ്ടാവുക. മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവണമെങ്കിൽ തന്നെ ബന്ധങ്ങൾ സുദൃഢമാവണം. അതെല്ലാം തകർന്നിരിക്കുന്നു എന്ന തരത്തിലാണ്.
ഇപ്പൊ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ രാഷ്ട്രീയപരമായിരിക്കുന്ന നിലനിൽപ്പിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു യുദ്ധമായിട്ട് ഇത് പരിണിതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. കാര്യം ഇതൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരിക്കലും അവർക്ക് സാധിക്കുകയില്ല. അത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പറഞ്ഞ കാര്യമാണ്. ലക്ഷ്യപ്രാപ്തി വരിക്കുക എന്ന് പറയുന്നത് അതിൽ 2-3 കാര്യമാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. ഒന്ന്, ബന്ദികളെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കുക എന്നുള്ളത്, ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളത്, ഇനിയൊരു അക്രമം ഇസ്രായേലിന് നേരെ ഉണ്ടാവുന്നത് തടയുക എന്നുള്ളത്. ഈ കാര്യങ്ങളൊന്നും ഇനി മുന്നോട്ട് ഭാവിയിൽ ഉണ്ടാവില്ല എന്നുള്ളതും ബന്ദികളെ മോചിപ്പിക്കാൻ സാധിക്കുമെന്നും ഇപ്പോഴും 8 മാസമായിട്ടും ഇസ്രായേൽ പറയാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അവർ ആകെ വിജയിക്കുന്നത് പലസ്തീനികളെ കൊല്ലുന്നു എന്നുള്ളതും അവരുടെ പ്രാഥമികമായിരിക്കുന്ന അവകാശങ്ങൾ ധ്വംസിക്കുന്നത്, അതായത് ഭക്ഷണവും വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട വെള്ളവും മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തടയപ്പെടാൻ വേണ്ടിയിട്ട് വലിയ ഉത്സാഹം കാണിക്കുന്നു. പിന്നെ അവിടെ പ്രാഥമികമായിരിക്കുന്ന റോഡുകളും വികസന സംബന്ധമായ കാര്യങ്ങളൊക്കെ തകർത്തിരിക്കുന്നു. ഈ കാര്യത്തിലുള്ള ഒരു മുന്നേറ്റമല്ലാതെ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിരിക്കുന്ന ലോകത്തോട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ യാതൊരു മുന്നേറ്റവും നടത്താൻ വേണ്ടി ഇപ്പോഴും ഇസ്രായേൽ സാധിച്ചിട്ടില്ല. അത് സാധിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് 7000-ലധികം പാലസ്തീനികളെ പിടിക്കപ്പെട്ടു, അവരൊക്കെ ചോദ്യം ചെയ്തു. എന്നിട്ടും ഹമാസിന്റെ കൈവശത്തിലേക്ക് ആയുധം വരുന്ന രീതികളെക്കുറിച്ചോ അതല്ലെങ്കിൽ ബന്ദികൾ കൃത്യമായ രീതിയിൽ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചോ അവിടെ സാമ്പത്തികപരമായിരിക്കുന്ന സ്രോതസ്സിനെ കുറിച്ചോ ഒരു വിവരം ഇപ്പോഴും കിട്ടിയിട്ടില്ല. മറ്റുള്ള രാജ്യങ്ങളുടെ സഹായമില്ലാതെ ഒരിക്കലും ഹമാസ് പോലെയുള്ള ഒരു പോരാളി സംഘത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പാണ്. ഇസ്രായേൽ പോലും ആയുധത്തിന്റെ പോരായ്മ കൊണ്ട് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളോട് തങ്ങൾക്ക് ആയുധം വേണം, സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ട വിവരങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് നേരെ യുദ്ധം ചെയ്യുന്ന ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും രാജ്യത്തോട് തങ്ങൾക്ക് ആയുധം വേണം എന്ന് ആവശ്യപ്പെട്ട വിവരം ഇതുവരെ ഏതെങ്കിലും മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അപ്പൊ മനസ്സിലാക്കേണ്ടത് അവർക്ക് ആയുധത്തിന്റെ കുറവില്ല. എവിടെയൊക്കെയോ ഒളി സങ്കേതങ്ങളുണ്ട്, എവിടെയൊക്കെയോ തുരങ്കങ്ങളുണ്ട്, ആരും കാണാത്ത തുരങ്കത്തിലൂടെ അത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിലുള്ള UN സെക്രട്ടറിയുടെ പ്രഖ്യാപനം കൂടി വന്നതോടുകൂടി ഒന്നുകൂടി ഇസ്രായേൽ ഒറ്റപ്പെടുകയാണ്. കരിമ്പെട്ടയുടെ ലിസ്റ്റ് ഇങ്ങോട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് ആദ്യം ഇസ്രായേൽ വരുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ഒരു രാജ്യം സഹകരിക്കരുത് എന്ന് പറയുന്ന പ്രസ്താവന UN സഭ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ഭാവിയിൽ ഇസ്രായേലിനെ വലിയ രീതിയിൽ സാരമായിട്ട് ബാധിക്കുമെന്നൊരു ഭയപ്പാടുണ്ട്. അതുകൊണ്ട് ഇതിനെ ശക്തമായ രീതിയിലാണ് ഇസ്രായേൽ പ്രതികരിച്ചിരിക്കുന്നത്. തങ്ങളെ കരിമ്പട്ടിൽ പെടുത്തുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമല്ലെന്നും അത് തെറ്റായിരിക്കുന്ന കീഴ്വഴക്കമാണ് എന്നുള്ളതും യഥാർത്ഥത്തിൽ തങ്ങളെ ആക്രമിച്ചത് ഹമാസാണ്, അവരാണ് ഇതിലെ കരിമ്പട്ടിൽ പെടുത്തേണ്ടത് എന്ന തരത്തിലൊക്കെയാണ്. ഹമാസിന്റെ പേരും കരിമ്പട്ടയുടെ ലിസ്റ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ഇതിന് മറുപടിയായിട്ട് പറയുന്നത് ഒക്ടോബർ 7-ാം തീയതിയുള്ള അക്രമമാണ് ഹമാസിന്റെ ഭാഗത്തുണ്ടായത്, എന്നാൽ കഴിഞ്ഞ 75 വർഷമായി നിങ്ങൾ ആക്രമിക്കുന്നു, അതേക്കുറിച്ച് എന്താണ് പറയാത്തത് എന്ന തരത്തിലാണ്. വലിയ യുദ്ധങ്ങളും വലിയ പീഡനങ്ങളും ഒക്കെ അനുഭവിച്ച വിഭാഗമാണ് ഫലസ്തീനികൾ എന്നതിനാൽ അവരങ്ങനെ നിസ്സാരമായിട്ട് എഴുതി തള്ളാനൊന്നും പറ്റില്ല. 948 അല്ലെ 940 ശേഷം ഇതുവരെയുള്ള 2024 വരെയുള്ള കണക്കുകൾ, അല്ലെ 23 ഒക്ടോബർ 7-ാം തീയതി വരെയുള്ള കണക്കുകൾ കൃത്യമായ രീതിയിൽ പരിശോധിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം വംശീയമായിരിക്കുന്ന ഉന്മൂലനവും കൂട്ടക്കൊലകളും അറസ്റ്റുകളും പീഡനങ്ങളും പാലസ്തീനുകൾക്ക് നേരെ ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ലിസ്റ്റ് പോലും കൃത്യമായ രീതിയിൽ നിങ്ങളുടെ കൈവശത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അനുഭവിച്ച് നിങ്ങളല്ലാത്തത് കൊണ്ട് പ്രവൃത്തി ചെയ്തവർ നിങ്ങളാണ്, അത് ക്രൂരമായിരിക്കുന്ന പ്രവർത്തനം നിങ്ങളാണ് ചെയ്തത്. അതുകൊണ്ട് ലിസ്റ്റ് നിങ്ങളുടെ കൈവശത്തിൽ ഉണ്ടാവില്ല. അനുഭവിച്ചവരോട് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർ ലിസ്റ്റ് നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. അപ്പോൾ ഒക്ടോബർ 7-ാം തീയതി എന്ന് പറയുന്ന അക്രമമല്ല യഥാർത്ഥത്തിൽ ഇസ്രായേലിന് നേരെ നടന്നത്. ആ അക്രമത്തിൽ ഒരുപാട് സാഹചര്യങ്ങളും കാരണങ്ങളും ഒരുപാട് സംഭവങ്ങൾ അതിന് മുൻപ് നടന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മറക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അത് മറന്നു പോവാൻ വേണ്ടി പാടില്ല. അതിന്റെ ഒരു തുടർച്ചയാണ് അന്ന് ഉണ്ടായത് എന്ന തരത്തിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രതികരണം ഉണ്ടായത്. ഏതായിരുന്നാലും അടുത്ത ആഴ്ച ഇസ്രായേലിന്റെ കരിമ്പട്ടികയുടെ ലിസ്റ്റിൽ പെടുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇസ്രായേൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കരിമ്പട്ടികയുടെ ലിസ്റ്റിൽ ഇസ്രായേലിന്റെ പേരിനെ അടയാളപ്പെടുത്തുന്നത് എന്നത് ലോകത്ത് വരാൻ പോകുന്ന തലമുറക്ക് പോലും വലിയ രീതിയിലുള്ള വെറുപ്പ് ഇസ്രായേലിന് ഉണ്ടാവാൻ ഇത് കാരണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.